നമസ്കാരം. നമ്മളിന്നൊരു യാത്ര പോവുകയാണ്. ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിലൂടെ. പക്ഷേ ഇതൊരു സാധാരണ യാത്രയല്ല. കാരണം നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം വെറുമൊരു മലനിരയല്ല. അതൊരു ഭീമാകാരൻ സ്റ്റേഡിയം പോലെയാണ്. അപ്പോ എന്താ ഈ ഹിമാലയൻ ഭാഗത്തിന് ഇത്ര പ്രത്യേകത, അല്ലേ? വാ, നമുക്ക് ഒരുമിച്ച് നോക്കാം. നമ്മൾ എവിടെ യാത്ര തുടങ്ങുന്നതെന്നറിയോ? പടിഞ്ഞാറ് രവി നദി മുതൽ കിഴക്ക് കാളി നദി വരെ നീണ്ടുകിടക്കുന്നൊരു സ്ഥലത്താണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വേറെ ലോകം തന്നെയാ. അപ്പോ നമ്മുടെ ഈ യാത്രയുടെ റൂട്ട് മാപ്പ് എങ്ങനെയാണെന്ന് നോക്കിയാലോ? ആദ്യം നമ്മൾ ഇതിന്റെ ആ ഒരു 3 തട്ടിലെ ഘടനയെപ്പറ്റി മനസ്സിലാക്കും. പിന്നെ ശിവാലിക് എന്ന പുറംവാതിലിലൂടെ നമ്മൾ അകത്തേക്ക് കയറും. അവിടുന്ന് നേരെ തിരക്കേറിയ മിഡിൽ റേഞ്ചിലേക്ക്. പിന്നെ അങ്ങ് മുകളിൽ ആകാശം മുട്ടുന്ന വലിയ ഹിമാലയത്തിലേക്ക്. അവിടെ പ്രകൃതിയും ആത്മീയതയുമൊക്കെ എങ്ങനെ ഒന്നിക്കുന്നുവെന്ന് കാണാം. അവസാനം ഈ ഭംഗിക്കടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ചില അപകടങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. അപ്പോ റെഡിയല്ലേ? ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഈ സ്ഥലത്തിന് അതിന്റെ രൂപം കൊടുക്കുന്ന ആ പാരലൽ മലനിരകളെക്കുറിച്ചൊന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ ഹിമാലയത്തിന്റെ 3 പ്രധാന നിരകളും നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഏറ്റവും മുകളിലായിട്ട് ഹിമാദ്രി, അതാണ് ഗ്രേറ്റ് ഹിമാലയം. അതിന്റെ താഴെ ലെസ്സർ ഹിമാലയം. പിന്നെ ഏറ്റവും താഴെയായിട്ട് ശിവാലിക് നിരകളും. ഇത് ഓർക്കാനൊരു എളുപ്പവഴിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വലിയ സ്റ്റേഡിയം പോലെ. ആലോചിച്ച് നോക്കിക്കേ, ഏറ്റവും പുറത്തുള്ള ഗേറ്റുകൾ, പിന്നെ ആളുകളൊക്കെ കൂടുന്ന നടുക്കത്തെ ഗാലറി, ഏറ്റവും മുകളിൽ ആകാശമുട്ടുന്ന സീറ്റുകൾ. ആ ഒരു ചിത്രം മനസ്സിൽ വെച്ചോ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സ്റ്റേഡിയത്തിന്റെ ആദ്യത്തെ തട്ടിലേക്ക് കയറാം. നമ്മുടെ എൻട്രി ഗേറ്റ്സ്, അതായത് ശിവാലിക് നിരകളിലേക്ക്. എന്താ അവിടെ ഉള്ളതെന്ന് നോക്കാം. ശിവാലിക്കിന് ഒരു പ്രത്യേകതയുണ്ട്. അതാണ് ഡൂണുകൾ. കേട്ടിട്ടുണ്ടോ? ഈ ലെസ്സർ ഹിമാലയത്തിനും ശിവാലിക്കിനും ഇടയിൽ കാണുന്ന നീളത്തിലുള്ള താഴ്വരകളാണിത്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു സംഭവമാണ്. ഇങ്ങനത്തെ ഡൂണുകളിൽ ഏറ്റവും വലുതേതാണെന്നറിയാമോ? നമ്മുടെ ഡെറാഡൂൺ തന്നെ. ഏകദേശം 35-45 കിലോമീറ്റർ നീളമുണ്ടാ താഴ്വരയ്ക്ക്. അപ്പോൾ സംഭവം എന്താണെന്ന് പിടികിട്ടിയില്ലേ? ശരി, പുറത്തെ ഗേറ്റൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റേഡിയത്തിന്റെ ആ തിരക്കുള്ള നടുവിലേക്ക് പോകാം, അതായത് ലെസ്സർ ഹിമാലയത്തിലേക്ക്. വാ, കേറാം. ഈ മിഡിൽ റേഞ്ചിന് ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. ഹിമാചൽ പ്രദേശിൽ ഇതിനെ ധൗലാധർ എന്ന് പറയും. ഉത്തരാഖണ്ഡിലെത്തുമ്പോൾ പേര് നാഗ്ദിബ എന്നാകും. പിന്നെ പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ ഇഷ്ടപ്പെട്ട കുറേ ഹിൽ സ്റ്റേഷനുകളില്ലേ, അതൊക്കെ ഇവിടെയാണ്. ഏതൊക്കെയാണെന്നല്ലേ? ഷിംല, മസൂരി, അൽമോറ, റാണിഖേത്ത്. ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു ഫീലില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ആളുകൾ കൂടുന്ന മധ്യനിരകൾ എന്ന് വിളിച്ചത്. എപ്പോഴും ആക്ടിവിറ്റിയുള്ള സ്ഥലങ്ങൾ. അപ്പോ താഴത്തെ 2 തട്ടുകളും കണ്ടു. ഇനി പോകാനുള്ളത് എങ്ങോട്ടാ? നേരെ മുകളിലേക്ക്, ആകാശം മുട്ടുന്ന ഗ്രേറ്റ് ഹിമാലയത്തിലേക്ക്. ഹിമാദ്രി എന്നും പറയും. നമ്മുടെ സ്റ്റേഡിയത്തിലെ ഏറ്റവും ടോപ്പിലുള്ള സീറ്റുകളിലേക്ക്. ഇവിടെയാണ് ഏറ്റവും വലിയ കൊടുമുടികളൊക്കെയുള്ളത്. നന്ദാദേവി ബയോസ്ഫിയർ റിസർവ് ഒക്കെ ഇവിടെയാണ്. അതുമാത്രമല്ല, ഇന്ത്യയുടെ 2 വലിയ നദികളില്ലേ, സിന്ധുവും ഗംഗയും, അവ രണ്ടിനും ജീവൻ കൊടുക്കുന്നതും ഈ മേഖലയാണ്. ഗംഗോത്രി, യമുനോത്രി ഗ്ലേസിയറുകളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അവിടെ നിന്നാണ് ഗംഗയും യമുനയും ഒഴുകിത്തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ജീവനാഡിയാണ് ഈ സ്ഥലം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സ്റ്റേഡിയത്തിന്റെ സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കി. ഇനി അതിനകത്ത് എന്താ നടക്കുന്നതെന്ന് നോക്കണ്ടേ? അവിടുത്തെ ജീവിതം, പ്രകൃതി, ആത്മീയത, അതൊക്കെ എങ്ങനെയാണ് ഒന്നിച്ചു പോകുന്നതെന്ന് നമുക്ക് കാണാം. ഈ സ്ഥലം ശരിക്കും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒന്നാണ്. ഒരു സൈഡിൽ നോക്കിയാൽ ലാഹോൾ സ്പിതിയിലെ പോലെ കൊടും തണുപ്പുള്ള മരുഭൂമി. മറ്റേ സൈഡിലോ ബുഗ്യാലുകൾ എന്ന് പറയുന്ന നല്ല പച്ചപ്പുള്ള പുൽമേടുകൾ. ഒരേ സ്ഥലത്ത് തന്നെ 2 എക്സ്ട്രീംസ്, അല്ലേ? ഈ പുൽമേടുകൾ, അതായത് ഭുഗ്യാലുകൾ, ഭോട്ടിയ പോലെയുള്ള ചില കമ്മ്യൂണിറ്റികളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. സംഭവം എന്താന്ന് വെച്ചാൽ, തണുപ്പുകാലത്ത് ഇവർ താഴ്വരകളിൽ താമസിക്കും. വേനൽക്കാലമാകുമ്പോൾ കന്നുകാലികളെയൊക്കെ കൂട്ടി ഈ പുൽമേടുകളിലേക്ക് കയറും. കാലാവസ്ഥ മാറുമ്പോൾ തിരിച്ചു താഴേക്കും വരും. ഇതൊരു പ്രത്യേക ജീവിത രീതിയാണ്. അതിന്റെ താളം തന്നെ ഒരു ഭംഗിയാണ്. പ്രകൃതി മാത്രമല്ല, ഇതൊരു പുണ്യഭൂമി കൂടിയാണ്. 5 പുണ്യനദികൾ ഒന്നിക്കുന്ന പഞ്ചപ്രയാഗ് ഇവിടെയാണ്. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രിനാഥ്, ഈ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം ഇവിടെയാണ്. സിഖ് മതവിശ്വാസികളുടെ പുണ്യസ്ഥലമായ ഹേമകുണ്ട് സാഹിബും ഇവിടെ തന്നെയാണ്. ശരി, നമ്മളിപ്പോൾ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇത്രയും ഭംഗിയൊക്കെ കണ്ടു, അല്ലേ? പക്ഷേ ഈ സൗന്ദര്യത്തിന് താഴെ ചില അപകടങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. അതെ, ഇവിടുത്തെ ഭൂപ്രകൃതി കുറച്ചു ദുർബലമാണ്, എപ്പോഴും ആക്റ്റീവുമാണ്. ഈയൊരു വാചകം കേട്ടാൽ മതി ഇവിടുത്തെ അവസ്ഥ മനസ്സിലാക്കാൻ. ഉയർന്ന നാശനഷ്ട സാധ്യതയുള്ള മേഖല. ഇത് വെറുതെ പേടിപ്പിക്കാൻ പറയുന്നതല്ല, ഇതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. ഇവിടെ പ്രധാനമായിട്ടും 2 ഭീഷണികളാണുള്ളത്. ഒന്നാമത്തേത് ഭൂകമ്പങ്ങൾ.
കാരണം നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റുമായിട്ട് എപ്പോഴും കൂട്ടിയിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രദേശം എപ്പോഴും ആക്റ്റീവാണ്. രണ്ടാമത്തേത് ഉരുൾപൊട്ടലുകളാണ്. കുത്തനെയുള്ള ചരിവുകളും ഉറപ്പില്ലാത്ത മണ്ണും കാരണം ഇതൊരു ഹൈ റിസ്ക് സോണായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ഒരു വശത്ത് ഇത്രയധികം സൗന്ദര്യം, മറുവശത്ത് ഇത്രയധികം അപകടസാധ്യതയും. ഇങ്ങനെയൊരിടത്ത് അവിടുത്തെ ആ പ്രകൃതിയെയും ആത്മീയതയെയും എല്ലാം ബഹുമാനിച്ചുകൊണ്ട് നമുക്കെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഇത് നമ്മളെല്ലാവരും ഒന്ന് ആലോചിക്കേണ്ട ചോദ്യമാണല്ലേ?